നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ തൊട്ട് മുമ്പ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ 1 എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോബ്ലംസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തടസ്സം നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതെന്തായാലും ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. അതിൽ കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതിനാൽ ആൻസർ പറയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കാണാത്തൊരു നിർബന്ധമായിട്ട് കണ്ടിട്ടോ. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുണ്ടായിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സം ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ് ആർ ഷോൺ ഇൻ ഫിഗർ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്? ഓക്കെ, അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആംഗിളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വോൾട്ടേജ്, എക്സ് ആക്സിസ്, സെൻറ്റിമീറ്റർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഇത് എത്ര ആൾക്കാർ ഈ ഒരു മോഡൽ പ്രോബ്ലം ചെയ്തു എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്ന ഒരു ഗ്രാഫ് ഒന്ന് ഞാൻ അത് വരച്ചേക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സ് ആക്സിസ് കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. നമുക്ക് അതിലെല്ലാവരും ആവശ്യമില്ല. ഞാനിതിൽ ഒരാളെ മാത്രം എടുക്കുക. 10 വോൾട്ടിൻ്റെ കേസ് മാത്രം കാണിക്കാം. അപ്പോൾ 20 വോൾട്ടിൻ്റെ കേസ് ഉണ്ട്. ഓക്കെ, അതുപോലെ 30 വോൾട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രിയാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. 30 ഡിഗ്രിയാണ്. ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് ഈ ഡി എക്സ് 10 ആണെന്ന് നമ്മളത് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ആദ്യം ചോദിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് നമുക്കറിയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഈ ആംഗിൾ 90 ഡിഗ്രി. ഇക്വിപൊട്ടൻഷ്യലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മൾ നോക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നോക്കിയാൽ ടോട്ടൽ ആംഗിൾ ഇലക്ട്രിക് ഫീൽഡും വെക്ടറിലേക്കുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ട് നോക്കുമ്പോൾ 120 ഡിഗ്രി. മനസ്സിലായ എന്തുകൊണ്ടാണ് 120 ഡിഗ്രി? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ 90യും താഴത്തെ 30 കൂട്ടുമ്പോൾ ടോട്ടൽ 120 ഡിഗ്രിയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസുമായിട്ട് നോക്കുമ്പോൾ 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇനി ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമ്മൾ നോർമൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ പോയിന്റ് ചാർജിൻ്റെ കേസിൽ 1/4πε0 Q/r² പഠിക്കാറുണ്ട്. ആക്സിയലും ഇക്വറ്റോറിയലും ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കാറുണ്ട്. അതുപോലെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനുള്ള അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ ഡി വിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? അല്ലെങ്കിൽ വിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ അല്ലെങ്കിൽ ഡി എസ് വെക്റ്റർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇത് വി വെക്ടറാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഞാൻ ഇതിൽ എഴുതി ഡി വി ആണ്. അപ്പോൾ ഡി വി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയതല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് എന്തേ ഉള്ളൂ? ആ ഇൻ്റഗ്രൽ ഒഴിവാക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഒഴിവാക്കുമ്പോൾ ഇ വെക്റ്റർ ഡോട്ട് ഡി എക്സ് വെക്റ്റർ. ഇങ്ങനത്തെ പ്രോബ്ലംസ് വേണം ഷുവർ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ. ഓക്കെ, ഇ വെക്റ്റർ ഡോട്ട് ഡി എക്സ് വെക്റ്റർ. എ ഡോട്ട് ബി ആരാണ്? എ ബി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ആര് വരും? ഇ ഡി എക്സ് കോസ് തീറ്റ. ഈ ലെവൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എൻ്റെ സെഷനിൽ ഞാൻ ഇങ്ങനത്തെ കൂടുതൽ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വലും ഇൻഡയറക്റ്റും കാര്യങ്ങളും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഡി വി ഈക്വൽ ടു ഈ വെക്റ്റർ, ഈൻ്റെ വാല്യൂ. ഓക്കെ, നിങ്ങൾക്ക് ഈൻ്റെ വാല്യൂ നമുക്കറിയില്ല. ഓക്കെ, ഡി വിൻ്റെ വാല്യൂ നമുക്കറിയായിരുന്നു. ഒറ്റ മിനിറ്റോടാ, ഈ ഒരു ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആകെ തന്നിട്ടുണ്ടായിരുന്നത് ഡി വിൻ്റെ വാല്യൂ. ഇപ്പോൾ ഞാൻ വരച്ച കേസിൽ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇവിടെ ഡി വിൻ്റെ വാല്യൂ 10 വോൾട്ടും തന്നിട്ടുണ്ടായിരുന്നു. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓർമ്മയില്ല. ഈ ആംഗിൾ 90, ടോട്ടൽ 120 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡി വിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഡി വിക്ക് വരെ 10 കൊടുക്കാൻ വേണ്ടി പറ്റും. ഈൻ്റെ വാല്യൂ അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഡി എക്സ്, ഈ ദൂരം തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട. ആ ഡി എക്സ് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇ ഇൻറ്റു 10 ഇൻറ്റു കോസ് 120. മനസ്സിലായി? ഇത് ടോട്ടൽ ആംഗിൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എക്സും ഇലക്ട്രിക് ഫീൽഡും ഡി എക്സും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണല്ലോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞുള്ളത് കോസ് 120 ഡിഗ്രിയാണ്. കോസ് 120 ഡിഗ്രിയാണ് അവിടെ വരിക. ഓക്കെ, കോസ് 120യുടെ വാല്യൂ ഫേമസ് ആയിട്ടുള്ള വാല്യൂ ആണ്. എത്രയാണ്? -1/2 ആണ്. ഓക്കെ, അപ്പോൾ -1/2. പിന്നെ മറ്റൊരു കാര്യമുണ്ട് മക്കളെ, ഇവിടെ ഈ ഡി വിൽ നെഗറ്റീവ് ഗ്രേഡിൻ്റെ ആയിട്ട് ഒരു മൈനസ് ഉണ്ട്, അത് പറയാൻ വിട്ടുപോയിട്ടോ. മൈനസ് ഉണ്ട് നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ 10ഉം ഈ 10ഉം എന്തായി പോയിടാ? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 1 ഈക്വൽ ടു -e ഇൻറ്റു കോസ്
120. കോസ് 120ൻ്റെ വാല്യൂ എത്രയാണ്? -1/2. അപ്പോൾ മൈനസും മൈനസും ക്യാൻസലായി. അപ്പോൾ ഈ 2 ഇപ്പുറത്തേക്ക് എടുത്തൂടെ? ഓക്കെ, ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഈക്വൽ 2 എന്ന് കിട്ടും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ആ സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 × 10⁻²2 ചെയ്തിട്ടില്ല. അപ്പോൾ 10⁻²2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് 10⁻2 ആകും. അപ്പോൾ 2 എന്ന് മാത്രമല്ല, SI യൂണിറ്റിലാണല്ലോ എഴുതേണ്ടത്, അത് ശ്രദ്ധിക്കണം. 2 × 10⁻², അത്രയും ന്യൂട്ടൺ പെർ കൂളോം. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 1 വേർഡ് പ്രീവിയസ്, അതൊക്കെ പ്രീവിയസ് ആണ്, വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു ആവറേജ് പ്രോബ്ലം ആണോ? അല്ലായിരുന്നല്ലേ. ഓക്കെ, നല്ല കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വന്നൊരു പ്രോബ്ലം ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന നിർബന്ധമായത് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. മറ്റൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 22 B ആണ്. അതിനെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ സോളിനോയിഡ് ഹാസ് എ കോർ ഓഫ് എ മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി 400 ആണ്. ദ വൈൻഡിങ്സ് ഓഫ് ദ സോളിനോയിഡ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ദ കോർ ആൻഡ് ക്യാരി എ കറണ്ട് ഓഫ് 2 ആംപിയർ. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് 1000 ടേൺസ് പെർ മീറ്റർ ആണെങ്കിൽ കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഇക്വേഷൻ H = NIയും B = μH എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് കാണിക്കുന്നത്. പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കണം മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. ഓക്കെ, H മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. H ആരാണ്? NI. മാഗ്നറ്റിസമായിട്ട് മാറ്ററിൻ്റെ വീഡിയോസ് വേണ്ടവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. H NI. ഇവിടെ N തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? 1000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു 2. സോ ആൻസർ വിൽ ബി 2000 ആംപിയർ പെർ മീറ്റർ ആണ് വരിക. ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ. H = 2000 ആംപിയർ പെർ മീറ്റർ. ഇതൊരു ആവറേജ് ആണ്. പക്ഷേ ഈ കുട്ടികൾ ഇക്വേഷൻ പഠിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് പോസ് ചെയ്ത് മെല്ലെ കണ്ടാൽ മതി. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിട്ടില്ല മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം B = ആരാണ്? μH അല്ലേ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിട്ടില്ല മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം B = ആരാണ്? μH അല്ലെ. μ ആരാണ്? B/H ആണ്. അപ്പോൾ B = μH ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ബിൻ്റെ വാല്യൂ μH ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് തന്നില്ല. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ μ0 × μr എന്ന് എഴുതാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? μr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ / μ0. ഇതൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ μ = ആരാണ്? μ0 × μr × ആരാണ്? H ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. μ0ൻ്റെ വാല്യൂ എത്രയാണ്? ഫേമസ് ആയുള്ള വാല്യൂ ആണ് 4π × 10⁻⁷. പിന്നെയോ μrൻ്റെ വാല്യൂ അത് ക്വസ്റ്റ്യനിൽ തന്നതാണ് 4000. Hൻ്റെ വാല്യൂ ഞാൻ തൊട്ട് മുമ്പ് മുകളിൽ 400 ആണ്. Hൻ്റെ വാല്യൂ ഞാൻ തൊട്ട് മുമ്പ് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 2000 അല്ലെങ്കിൽ 2 × 10⁻³ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത സംഭവം സെറ്റായി. അപ്പോൾ 4 × ഈ 4ഉം ഈ 2 ഉണ്ട്. പവർ എത്രയാണ്? ഇവിടെ 10⁻² ഉണ്ടാവും. 10⁻³ 10⁻5 വന്നു. അപ്പോൾ ഒരു 10⁻² മാത്രമേ പവർ ബാക്കി ഉണ്ടാവും. 4 × 4 16. 16 × 3.14 ആയിരിക്കും അവിടെ ആൻസർ വരും അല്ലേ. ഓക്കെ, 4 × 16 4 × 4 ഓക്കെ 16 അല്ല, ഇതിൻ്റെ ഒരു 2 കൂടി ഉണ്ടാവും. 16 4 × 4 16 വന്നു. പിന്നെ ഒരു 2 ഉണ്ട്. പിന്നെ ഒരു 3.14 പൈൻ്റെ വാല്യൂ. ഇത് ചെയ്താൽ മതി. ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത്രയും ടെസ്റ്റില്ല കേട്ടോ. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞത് H = NI ആണ്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ഇത് പഠിച്ച് വെക്കണം. ഇൻ ടേംസ് ഓഫ് കറണ്ട് ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് പറഞ്ഞു. പിന്നീട് പറഞ്ഞ ഒരു കാര്യം മാഗ്നറ്റൈസിങ് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മക്കളെ ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. അതിൽ സി പാർട്ട് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ ലോങ് സ്ട്രേറ്റ് വയർ ക്യാരിങ് 4 ആംപിയർ ആൻഡ് 6 ആംപിയർ കറൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയേഴ്സ് ഈസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതൊരു ആവറേജ് പ്രോബ്ലം ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ടുള്ളത്. മക്കളെ ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എന്താണ്? എപ്പോഴും തോന്നുന്നു ഗിവൺ ദാറ്റ് എന്ന് എഴുതി വെക്കുക. I1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. I1ൻ്റെ വാല്യൂ എത്രയാണ്? 4 ആംപിയർ എന്നാണല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. I2ൻ്റെ വാല്യൂ 6 ആംപിയർ ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു 3 സെൻറ്റിമീറ്റർ. കൈയോടെ 3 × 10⁻² മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, എഫിൻ്റെ വാല്യൂ ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എഫിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതാം. F = മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. മക്കളെ കോൺസെപ്റ്റ് വേണ്ട ഒരു ഷുവർ നിങ്ങൾ ടോപ്പിക് വൈസിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. ഇതാണ് കേട്ടോ ഇക്വേഷൻ. ഇവിടെ എല്ലാം ഒന്ന്
എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. അതാണ് ചോദിച്ചത്. F/L ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, വാല്യൂസ് ഞാൻ മുകളിൽ ജസ്റ്റ് കൊടുക്കുകയാണ്. വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. മ്യൂസിയറിൻ്റെ വാല്യൂ എത്രയാണ്? 4π × 10⁻⁷ ആണ്. I1ൻ്റെ വാല്യൂ 4 ആംപിയർ, I2ൻ്റെ വാല്യൂ 6 ആംപിയർ ഡിവൈഡ് ബൈ 2πr ഓർ 2πd. ഇവിടെ ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡീൻ്റെ വാല്യൂ 3 സെൻറ്റിമീറ്റർ ഓർ 3 × 10⁻². സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഈ എൽ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, F അല്ല കേട്ടോ, F ഡിവൈഡഡ് ബൈ L ആണ്. കാരണം ആ എൽ ഇപ്പുറത്തേക്ക് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ 4πയും 2πയും കട്ട് ചെയ്താൽ മുകളിൽ ഒരു 2 ഉണ്ടാകും. പിന്നെ 2 × 4 8 ഇത് കട്ട് ചെയ്തു. 6ഉം 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ഉണ്ടാകും. അപ്പോൾ 2ഉം 4 × 4 16ഉം ഈ 10⁻⁷ 10⁻⁻2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു 10⁻⁻5 ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് എഴുതിയാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡായി. 1.6 × 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ. ക്ലിയർ ആയോ? ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇത് വലിയ സീനൊന്നുമില്ല, നോർമലി ചോദിക്കുന്ന ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസൈഡ് എക്സസൈസിലെ പല ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അതിൽ ഈ ഒരു മോഡൽ പോയതാണ്. ഓക്കെ, അപ്പോൾ പല മോഡൽ ക്വസ്റ്റ്യൻസ് ഇൻസൈഡ് എക്സസൈസ് ഉണ്ട്. മക്കൾ നിർബന്ധമായിട്ട് ആ ഒരു ലെവൽ കാണുക, നിങ്ങളുടെ ഉദ്ദേശം ഫുൾ മാർക്കാണെങ്കിൽ. അതിന് മറ്റൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 27 സി പാർട്ട്. അതിങ്ങനെയാണ്: അനദർ ഐഡൻറ്റിക്കൽ റിംഗ്, അതായത് ബി പാർട്ട് ഒരു റിങ്ങിൻ്റെ സെൻറ്ററിലെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചത്. അപ്പോൾ അനദർ ഐഡൻറ്റിക്കൽ റിംഗ് ക്യാരിങ് ദ സെയിം കറണ്ട് ഈസ് ബ്രോട്ട് വിത്ത് ഇറ്റ്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഫസ്റ്റ് ആസ് ഇൻ ഫിഗർ. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ കോമൺ സെൻറ്റർ. കാൽക്കുലേറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ആക്സിസ് ഓഫ് എനി വൺ ഓഫ് ദ കോയിൽസ്. ഓക്കെ, നോർമലിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, നിങ്ങൾ ഫുള്ള് കാണും കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി ഒരു ടഫ് ഫീൽ ചെയ്യിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ. ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 27 സി. ഓക്കെ, അപ്പോൾ 2 കോയിലുകൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു. അവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്ന് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ട മാഗ്നറ്റിക് ഫീൽഡ് ലൈക്ക് ദിസ് ഇങ്ങോട്ടേക്കുണ്ട്. സെക്കൻഡ് വണ്ണിൻ്റെ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ് ഇതിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ. ഏത്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമ്മൾ 2 വെക്ടറുകളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് വെക്ടർ ഒരു യെല്ലോ കളറിലുള്ള ഇതാണ് പാരലോഗ്രാം വരച്ച് കഴിഞ്ഞ് അങ്ങനെയാണ് ഇതല്ലേ റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അവൻ നമുക്ക് B' എന്നോ മറ്റോ വിളിക്കാം. ഓക്കെ, അപ്പോൾ √A², ഈ 2 വെക്ടറുകൾ നമ്മൾ ആംഗിൾ 90 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? R = √A² + B² + 2AB cos². അതിനെ അപ്പോൾ B' ഇവിടെ B' ആണ് റിസൾട്ടൻ്റ് വെക്ടർ. ഈ 2 വെക്ടറുകൾ ഇവരെ ജോയിൻ ചെയ്തിട്ടാണ് ഇവരുടെ വാലുകൾ തമ്മിൽ ടൈലുകൾ തമ്മിൽ ജോയിൻ ചെയ്ത രീതിയിൽ കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്ത രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ B' ആരാ വരിക? A² B² വരും. ഇവൻ്റെ സ്ക്വയർ പ്ലസ് ഇനി ഇവൻ്റെ സ്ക്വയർ. B² + B² + 2 അത് ചെയ്യണോ? വേണ്ടല്ലോ. 2 × B × B വരും. A × B വരെ 2 × B cos തീറ്റ എത്രയാണ്? ഈ B വെക്ടറും നമ്മൾ ആംഗിൾ എത്രയാണ്? 90. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. കാരണം cos 90ൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ ആ ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ആരും മാത്രമേ ബാക്കി ഉണ്ടാവും. therefore B' = √B² + B² എന്ന് പറഞ്ഞാൽ എന്താണ്? 2B² അല്ലേ? 2B² ഉണ്ടാവും. അല്ലെങ്കിലോ √2 ടൈംസ് B ആണെന്നുള്ള കാര്യം. ഓക്കെ, ഈ ഒരു മോഡൽ ഒരു ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് എടുത്ത് വരുന്നൊരു കാര്യമല്ല. ബട്ട് നമുക്ക് ആംഗിൾ കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? ടാൻ തീറ്റ. നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ടാൻ തീറ്റ = tan ഇൻവേഴ്സ് ഓഫ് y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് ആണ്. +1 ഫിസിക്സ് ആണ്, എത്ര ആൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. y/x. ഇവിടെ y ആരാ? B വെക്ടർ ആണ്. x ആരാണ്? B ആണ്. അപ്പോൾ B/B എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംഗിൾ ആണ്, ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിൻ്റെ ഡയറക്ഷന് ടാൻ തീറ്റ B/B ഓർ തീറ്റ = tan ഇൻവേഴ്സ് ഓഫ് B/B എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 45 ഡിഗ്രി. അത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമേ ഉള്ളൂ. ഇവരും രണ്ടാളും പെർപെൻഡിക്കുലർ, റിസൾട്ടൻ്റ് പോകുന്ന ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കൂലേ? ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ. മറ്റൊരു റിങ് കൂടി അതിൻ്റെ ഇടയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അത് ഏതാണ് നോക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 B പാർട്ടാണ്. മറ്റൊരു ടഫ് ഉണ്ടായി. ടഫ് പോലെ തോന്നിപ്പിച്ചത് അത്രയേ ഉള്ളൂ. വലിയ നേരത്തെ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ അത്ര ടഫ് ഒന്നും അല്ല കേട്ടോ. 2 ചാർജസ് 3 × 10⁻⁸ കൂളോം ആൻഡ് -2 × 10⁻⁸ കൂളോം ആർ ലൊക്കേറ്റഡ് 15 cm apart. At what point on the line joining the 2 charges is the electric potential 0? Okay, take the potential at infinity to be 0. Okay, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യലൊക്കെ കുട്ടികളുടെ പ്രശ്നം എന്താ അറിയോ? ഈ മൈനസ് ചാർജ് ഒക്കെ തരുന്ന സമയത്ത് മൈനസ് എടുക്കണം, ഇലക്ട്രിക് ഫീൽഡ് മൈനസ് എടുക്കണോ, പൊട്ടൻഷ്യൽ മൈനസ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ ഒന്ന് മാറിക്കോളും.
ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ ഒ എ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഒ എ എന്ന് വിളിക്കാം. അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് മിഡിൽ പോയിൻ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മിഡിൽ പോയിൻ്റ് തരാം, ഇൻ ബിറ്റ്വീൻ പി എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് 3 × 10⁻⁻8 കൂളോം ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ. അതേപോലെ മറ്റേ ആൾ -2, അതുകൊണ്ട് ഡൗട്ട് അടിക്കേണ്ട. ഇലക്ട്രിക് പൊട്ടൻഷ്യലും മൈനസ് വ്യക്തമായിട്ട് എടുക്കണം. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫോഴ്സിൻ്റെ കേസിൽ കൂളംസിലൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അത് എടുക്കാതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ വെക്റ്റർ ഫോം എടുക്കാൻ വേണ്ടിയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, സ്കേലാറാണ്, അവിടെ മൈനസ് വാല്യൂസ് ഒക്കെ കറക്റ്റ് എടുക്കണം. അപ്പോൾ ഏത് പോയിന്റിലാണ് ഇതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ V1 കണ്ടുപിടിക്കുക, V2 കണ്ടുപിടിക്കുക, എന്നിട്ട് V1ഉം V2ഉം കൂട്ടിയിട്ട് എത്രയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് X കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ Pയിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്, X എന്ന് വിളിക്കുകയാണ്. ഫ്രം ദ ചാർജ് 3 × 10⁻⁸ കൂളോമിൽ നിന്ന് Pയിലേക്കുള്ള ദൂരത്തെയാണ് ഞാൻ X എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ V1 കണ്ടുപിടിക്കണം, V2 കണ്ടുപിടിക്കണം. ഓക്കെ, V1 ആയാലും V2 ആയാലും നമുക്കറിയാം K × അപ്പോൾ 1/4πε0 ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ മക്കൾ, നിങ്ങൾക്ക് വീണ്ടും ഇക്വേഷൻ അറിയാലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവണം, എന്നാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. 1/4π ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. 1/4πε0 ആരാണ്, Q/R ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ V1 ഇക്വേഷൻ, V1 വാല്യൂ എന്തായിരിക്കും, V1 ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് Q/R മതി. Q എത്രയാണ്, ഇവിടുത്തെ Q നോക്ക്. ഫസ്റ്റ് വണ്ണിൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻⁸. 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ ദൂരം എത്രയാണ്, Pയിലേക്കുള്ള ദൂരം X ആണ്. ഇസ് പ്ലസ് V2 എന്താ, രണ്ടാമത്തെ ചാർജ് എത്രയാണ്, -2 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ദൂരം 15 അല്ലേ. ഓക്കെ, ടോട്ടൽ ദൂരം 15 ആണ്. ഇതിൽ X ആണെങ്കിൽ ഈ ബാക്കിയുള്ള എത്രയായിരിക്കും, അല്ലെങ്കിൽ -2 × 10⁻⁸ നിന്ന് Pയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും, 15 - X ആയിരിക്കൂലേ, സെൻറ്റിമീറ്റർ. നമുക്ക് അവസാനം വേണം മീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം, രണ്ടും കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാലോ. അപ്പോൾ എന്ത് വരും, 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ X പ്ലസ് -2. അപ്പം ഡയറക്റ്റ് മൈനസ് എഴുതട്ടെ. 2 × 10⁻⁸ ഡിവൈഡഡ് ബൈ 15 - X = ആര് വരും, 0 വരും. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് X കണ്ടുപിടിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോർ ദാൻ, ഇത് ലൈൻ ജോയിനിങ് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഔട്ട് ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ബിറ്റ്വീനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ O എന്ന് പറയുന്ന ലൈന് പുറത്തും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താകാം, 0 ആവാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് ഒന്ന് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ Xൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ 10⁻⁸ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഓക്കെ, ഈ 3 × 10⁻⁻8 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ X ഈ ടേമിനെ RHSലേക്ക് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഡൗട്ടുണ്ട് റിപ്പീറ്റ് അടിച്ച് കാണണം മക്കളെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ബേസ് ഇല്ലാത്തതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഓക്കെ, കുറച്ച് ലെവലുള്ള പ്രോബ്ലംസ് ആണ്. 15 - X. ഓക്കെ, ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നിട്ട് X കണ്ടുപിടിക്കണം. അപ്പോൾ 10⁻⁸ 10⁻⁸ എന്തായി പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക, 3 ഡിവൈഡഡ് ബൈ X ആണ് ഉണ്ടാവുക. RHSലാണെങ്കിലോ 2 ഡിവൈഡഡ് ബൈ 15 - X ആണ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, Xൻ്റെ വാല്യൂ കിട്ടണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. 3 × 15 - X എന്ന് പറയുമ്പോൾ 45 ഡയറക്റ്റ് എഴുതിയാണ്. 45 - 3X ആര് വരും, 2X വരും. അതായത് 45 2X + 3X 2X + 3X എത്രയാണ്, 5X ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ആൻസർ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ് വരിക, ഈ 5ഉം ഓക്കെ വെയിറ്റ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ് വരിക, ഇവിടെ ഒരു 5 ആണ് ഉണ്ടായത്. 5ഉം ഈ 45ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 45/5 എന്ന് പറഞ്ഞാൽ 9 ആണ്. അത്രയും ആര്, സെൻറ്റിമീറ്റർ. അതിൻ്റെ മീനിങ് എന്താ, 3 × 10⁻⁸ കൂളോമിൽ നിന്ന് 3 × 10⁻⁻, ഇതിവിടെ 3 × 10⁻⁸ ആണ്. കൂളോമിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ അകലെയുള്ള ആ ഒരു പോയിന്റിൽ, ടോട്ടൽ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 9 സെൻറ്റിമീറ്റർ അകലെ ഫ്രം എവിടെ നിന്നാണ്, 3 × 10⁻⁸ കൂളോം. ഓക്കെ, ആ ഒരു ദൂരത്തുള്ള ആ ഒരു പോയിന്റിൽ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 5 പ്രോബ്ലംസ്, ഐ തിങ്ക് 5-6 ഓക്കെ, ആ ഒരു പ്രോബ്ലംസാണ് ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല ക്വാളിറ്റിയുടെ പ്രോബ്ലംസ്, അതുകൊണ്ട് പെട്ടെന്ന് കയറണമെന്നില്ല. അപ്പോൾ ഒന്ന് ടൈം എടുത്തൊന്ന് പഠിക്കുക. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ചോദിക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്നും വീഡിയോ ചെയ്യണം, ആൻസർ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വന്നത് തന്നെ. ഓക്കെ, അങ്ങനത്തെ നല്ല ലെവൽ പ്രോബ്ലംസും കാര്യങ്ങൾ വേണം ഷുവറിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം മക്കളെ. നെക്സ്റ്റ് സെഷൻ നമുക്ക് റിവിഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടേ, അതുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.